ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ക്ലീനിങ് ആട്ടോ. സാധാരണ ഞാൻ കുക്കിംഗ് അല്ലേ കാണിക്കുക, ഇന്ന് കംപ്ലീറ്റ് ക്ലീനിങ്. കാരണം നാളെ കർക്കിടകം ഒന്നായതുകൊണ്ടും സാധാരണ വീടുകളിലെല്ലാം ചെയ്യുന്ന പോലെ മുക്കും മൂലയെല്ലാം അടിച്ച് വാരി കഴുകാനുള്ളതൊക്കെ കഴുകി അങ്ങനെ ഒരു പരിപാടി കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 10 മണിയായപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. അതായത് വീടെല്ലാം തൂത്തും തുടച്ചും വന്നപ്പോഴത്തേക്ക് മീൻസ് ആദ്യം നമ്മൾ ഇതാ ചെയ്തത്, മാറാലെല്ലാം അടിച്ചിട്ടു. അത് കഴിഞ്ഞ് വാക്വം ചെയ്തു. അത് കഴിഞ്ഞ് ചവിട്ടികളെല്ലാം എടുത്ത് വാഷിനിട്ടു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി കുറച്ച് തുണി നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ടേക്കുന്നത് കൊണ്ടും പിന്നെ ഒരു റൗണ്ട് പോകേണ്ടത് കൊണ്ടും ഞാൻ ഈ ചവിട്ടി എല്ലാം കൂടി വിചാരിച്ച് സോപ്പ് പൊടി ഇട്ട് മുക്കി വെക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ എടുത്ത് കൈകൊണ്ട് തന്നെ വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതെല്ലാം എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ബക്കറ്റ് നിറച്ച് ചവിട്ടിയായിരുന്നു. കാരണം അത്രയും ചവിട്ടി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ തറ തുടയ്ക്കാനുള്ള ഒരു ലോഷൻ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് എന്താ പറയുക, ഈ പുൽത്തൈലം പോലുള്ളതാണ്. അതാകുമ്പം ഈ പൂച്ചകൾക്കൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം സാഷയാണെങ്കിൽ പിന്നെ ഇത് തുടച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചവിട്ടിയൊന്നും പോയില്ല. പക്ഷേ ചക്കി എനിക്ക് തീരെ വിശ്വാസമില്ല. കാരണം തുടച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കൂടെ ചാടി നടക്കും. അതായത് കാലിലെല്ലാം പറ്റിച്ചിട്ട് പിന്നെ അത് നക്കി തുടച്ചിട്ട് പിന്നെ എന്തെങ്കിലും വയറിന് പ്രശ്നമായാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത് വാങ്ങിയത്. വിചാരിച്ച പോലെ തന്നെ ഇത് തുടയ്ക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ പുറകെ ഓട്ടമായിരുന്നു. അതായത് ആ നനഞ്ഞ ഫ്ലോറിൽ കൂടെ കിടന്ന് ഓട്ടമായിരുന്നു. പിന്നെ ഈ ചവിട്ടിയുടെ ആ നൂലിങ്ങനെ പോകുന്നതുകൊണ്ട് അത് കളിക്കാൻ ഭയങ്കര ഇതാണല്ലോ. അങ്ങനെ ആൾ ഭയങ്കരമായിട്ട് ഓടിച്ചാടി എൻ്റെ കൂടെ നിൽപ്പുണ്ടായിരുന്നു. അതേസമയം സാഷ പതിവ് പോലെ തന്നെ. പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും കൂടെ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരു സമയമാകുമ്പോഴത്തേക്കിന് ചക്കി കരഞ്ഞ് വിളിക്കും. സാഷ പിന്നെ അങ്ങനെ കരയത്തൊന്നുമില്ല. ചക്കി അങ്ങനെയല്ല, ചക്കി ഭയങ്കര കരച്ചില്ല. കാരണം ചെറുതല്ലേ, അപ്പോൾ പെട്ടെന്ന് വിശക്കും. അപ്പോൾ അങ്ങനെ അവർക്ക് ഫുഡെല്ലാം കഴിച്ചു കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നേരെ കിച്ചൺ കൗണ്ടറും പിന്നെ മുകൾ ഭാഗമൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇതിനകത്ത് വെച്ചിട്ടില്ല. ബാക്കിയെല്ലാം, അതായത് മുക്കും മൂലയും ഞാൻ ഉദ്ദേശിച്ചത് കറക്റ്റായിട്ട് മുക്കും മൂലയും ഞാൻ നിന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. എനിക്ക് എല്ലാം തുടച്ച് കഴിഞ്ഞ് എല്ലാം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിന് വിശക്കാൻ തുടങ്ങിയപ്പം ഞാൻ ലഞ്ചിന് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല. കാരണം ഈ ക്ലീനിങ്ങിന് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കുക്കിങ്ങിനുള്ള സമയം കിട്ടത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 3 ചപ്പാത്തിയും പിന്നെ ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നു. അതും കൂടെ കഴിച്ചിട്ട് നേരെ കുറച്ച് നേരം ഇരുന്നു റെസ്റ്റ് എടുക്കാൻ. അത് കഴിഞ്ഞ് നേരെ വന്ന് ബെഡ്ഷീറ്റും എല്ലാം മാറ്റി പുതിയ ബെഡ്ഷീറ്റ് വിരിച്ചു, നീറ്റാക്കി. ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ വൃത്തിയാക്കുമ്പോഴത്തേക്കിന് ഭയങ്കര പോസിറ്റീവ് ഒരു ഇതാണ് കിട്ടുക. ഒരു മനസ്സിനൊരു റിഫ്രഷ് ആവുന്ന ഒരു ഇതൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇതെല്ലാം ബെഡ്ഷീറ്റെല്ലാം വിരിച്ചു. എല്ലാ മുറിയിലെയും ബെഡ്ഷീറ്റൊക്കെ മാറ്റി എല്ലാം നീറ്റാക്കി. അത് കഴിഞ്ഞ് ബെഡ്ഷീറ്റെല്ലാം കൊണ്ടുവന്ന് വാഷിനിട്ടു. പിന്നെ കുറച്ച് തുണി കൂടെ ഉണ്ടായിരുന്നു, അതെല്ലാം വാഷിനിട്ടു. പിന്നെ മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളക്കെല്ലാം വൃത്തിയാക്കണമായിരുന്നു. അതെല്ലാം വൃത്തിയാക്കി വെച്ചു. പിന്നെ ഞാൻ പോയിട്ട് കുളിച്ചു. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്